Oh, Burj Khalifa. Abdullah. ഹലോ നമസ്കാരം, NBRKൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ ബുർജ് ഖലീഫിൻ്റെ മേലെ കയറണം എന്നുള്ളത്. അപ്പോൾ ഏകദേശം 2010 മുതലുള്ള എൻ്റെ ഇത് ഓപ്പണായ അന്ന് തൊട്ട് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. കാരണം 2010 ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് 2022 ജൂലൈയിലാട്ടോ. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കാണ്ടിട്ടോ. പക്ഷെ നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് എക്സലേറ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനെ സെൻട്രലിലൂടെ നടക്കണമെങ്കിൽ നടക്കാം, അല്ലാത്തവർക്ക് നേരെ ഈ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിന്ന് കൊടുത്താൽ അവിടെ എത്തും. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ബുർജ് ഖലീഫ കാണുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടാണ് കയറാൻ പോകുന്നത്. ഈ വരുന്നു നേരേതാ അങ്ങനെ ദുബായ് മാളിൻ്റെ ഉള്ളിലോട്ട് കയറാം കേട്ടോ. ഒരുപാട് സമയം എടുക്കും. നമുക്ക് 3 മണിയാകുമ്പോഴത്തേന് ബുർജിൻ്റെ ഉള്ളിൽ കയറണം. പിന്നെ ഈ മാൾ തന്നെ എന്താ പറയുക, ലോകത്തിലെ നമ്പർ 1 മാളുകളിൽപ്പെട്ട ഒരു മാളാണ് ദുബായ് മാൾ. ഓക്കെ, ദുബായ് മാളിലോട്ടിലാണ് ഇപ്പോൾ, ദുബായ് മാളിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഒരു എമിറേറ്റ്സിൻ്റെ ഒരു കോക്പിറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. എമിറേറ്റ്സിൻ്റെ കോക്പിറ്റ് കേട്ടോ. ശരിക്കും പ്ലേ ചെയ്യുന്നൊരു പ്രതീതി. അക്വേറിയം ഇങ്ങനെ കണ്ടിട്ട് പോവാം. ഓക്കെ, അക്വേറിയത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടത് അപ്പുറത്തെ സൈഡിൽ വലിയ സംഭവമാണ്. സ്രാവതാണ്, കമ്പൻസ്രാവ് ക്ലിയറാണെന്ന് പറയാം. ഭയങ്കര ക്ലിയർ ആട്ടോ വെള്ളത്തിന്. എന്നിട്ടാ തെരണ്ടിയൊക്കെ പോകുന്നുണ്ടോ. വെള്ളം കുടിച്ച് പോകുന്നുണ്ടോ. അതിനുള്ളിലൂടെ ആണ് പോകുന്നുണ്ട്, അതിനുള്ളിൽ കൂടി ആൾക്കാർ പോകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. കാരണം ഇവിടെ മാത്രം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോകും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഏരിയയിലേക്ക് പോകാം. അപ്പോൾ 290 ദിറംസാണ് ഇതിനുള്ളിൽ കയറാൻ. ഏകദേശം 6,000 രൂപ ഇന്ത്യൻ മണി. അതിൽ കാണുന്ന ആ വീഡിയോയിൽ കാണുന്ന സംഭവങ്ങളൊക്കെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള TV ആട്ടോ അത്. എന്താ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു TV ആണ്, പ്രൊജക്റ്റ് അല്ല. നേരെ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പോകട്ടെ. അതിൻ്റെ ഉള്ളിലേക്കും പോകാം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഓക്സിജനൊക്കെ വെച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ മീനുകളെ കൂടെ അങ്ങനെ എന്താ പറയുക നീന്തി തുടിക്കാം. അപ്പോൾ ദി സെൻറ്റർ ഓഫ് നൗ ഇതൊരു സംഭവം വെച്ചാൽ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള സംഭവം കേട്ടോ. അത് എത്ര ഡിസ്പ്ലേ ഉണ്ട്? 1.7 മില്യൺ പിക്സലാണ്. ഓക്കെ, ഏകദേശം 1000 ഡിസ്പ്ലേകൾ കൂടിച്ചേർന്നാണ് ഈ ഒരു വലിയ TV കേട്ടോ. അപ്പോൾ അതിനാണ് ഇതിന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. നേരെ ഇതിന് താഴോട്ടാണ് നീ പോകാൻ കേട്ടോ. കാരണം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞാനിവിടെ ഏകദേശം 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യം വന്നത് ഇവിടെ ബുർജ് ഖലീഫ ഓപ്പൺ ആയ ടൈമിൽ ഏകദേശം 2010 ഇവിടെ വന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു 4 കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏകദേശം 1000 LED പാളികൾ കൂടിച്ചേർന്നതാണ് ഈ ഒരു വലിയ TV. ഓക്കെ, 50 മീറ്റേഴ്സാണ്, 50 മീറ്ററാണ് ഇതിൻ്റെ നീളം, 40 ഇഞ്ച്. ഇവിടെ നാട്ടിലത്തെ പോലെ മാസ്ക് ഒന്നും ഇപ്പോഴും മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ മാസ്ക് ഇടാത്തവരുണ്ട്. അക്വേറിയം പുറത്തുനിന്നുള്ള വ്യൂ, ഉള്ളിൽ 299 വേണം. അങ്ങനെ എക്സലേറ്ററിൽ കയറുന്നുണ്ട്. അടിപൊളി കാഴ്ചകൾ. ഇനി ഒരുപാട് കാഴ്ചകൾ കാണാം.
വെൽക്കം ടു ബുർജ് ഖലീഫ എന്നുള്ളൊരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പരിസരത്ത് തന്നെയാണ് ടിക്കറ്റിൻ്റെ കൗണ്ടർ. ഒരുപാട് ഇതിപ്പോൾ നമുക്ക് മേലെ പോയാലും കാണാമല്ലോ. ഇവിടുത്തെ റേറ്റ് നമുക്ക് നോക്കണം. ഇതിന് മേലെ പോയിട്ട് അതിന് എത്ര റേറ്റ് നോക്കാം. ഓക്കെ, ഇതിന് 142 ഇവിടുത്തെ. നമുക്ക് മേലെ പോയിട്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണ്. 3 മണിക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. 3 മണിക്ക് എടുത്ത ടിക്കറ്റിന് 2:30 അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ കാരണം ഇപ്പോൾ 1:30 എടുത്തവരും അതുപോലെ തന്നെ 2:30 ഉള്ളവരാണ് ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 മണിക്കാണ്. അപ്പോൾ 3 മണിക്കുള്ളത് 2:30 അവിടെ എത്തിയാൽ മതി എന്നാണ്. ഓക്കെ, 2:30 എത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. കാണിച്ചു കൊടുത്താൽ ജസ്റ്റ് ഒരു പേപ്പർ ടിക്കറ്റ് അവർ അവിടെ നിന്ന് തരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിനുള്ളിൽ ഒന്നും കൂടി കറങ്ങി തിരിഞ്ഞ് ജസ്റ്റ് ഇത് ദുബായ് ഫൗണ്ടെയിനിൽ ഒന്ന് കയറി നോക്കാം. ഓക്കെ, നല്ല ചൂടാണ്. ഇപ്പോൾ സംഭവങ്ങളൊന്നും ഇല്ല നമുക്ക് ഡാൻസ് കളിച്ചപ്പോൾ നല്ല ചൂടല്ല. ആളുകൾ കുറവുള്ളതുകൊണ്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് കുറച്ച് നേരം നിന്ന് നോക്കാം. പക്ഷെ എന്താ ഭംഗിയിലാണ്. ഓരോ കമ്പനി ബ്രാൻഡഡ് ഇതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ കയറാൻ പോകുന്ന ബുർജ് ഖലീഫ അതാ നിൽക്കുന്നു. ഞാൻ അബുദാബിയിലുള്ള ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. കാരണം 2010 അതിന് ശേഷം വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ കാണുന്നത്. അതിൻ്റെ മേലെ 123, 124 125 അങ്ങനെ തോന്നും. ആ ഒരു ലെവലിൽ നമുക്ക് അവിടെ എത്താൻ കഴിയും. അറ്റ് ദി ടോപ്പ് ബുർജ് ഖലീഫ. ഇവിടുന്ന് പോവാം. ബുർജ് ഖലീഫാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ കാണുന്നത് ബുർജ് ഖലീഫ. അതിൻ്റെ താഴെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടുള്ള ബിൽഡിങ്ങുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അത് വൈഡാക്കിയിട്ടാണ് കാണിക്കുന്നത്. ഒക്കെ ഇമാറിൻ്റെ ബിൽഡിംഗ് ആട്ടോ. ഈ ചുറ്റും ഫുള്ള് ഇമാറിൻ്റെ ആണ്. ഈ ബുർജ് ഖലീഫ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇമാർ തന്നെയാണ്. നൈക്ക് ഒരുപാട് കമ്പനികൾ അവരെ നെയിം സൈൻ ബോർഡുകൾ അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കാണുന്ന രൂപത്തിൽ അടിപൊളി കാഴ്ചയായിട്ട്. അതാണ്ടോ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊലിക്കുക കേട്ടോ. കണ്ടോ, ഫുള്ള് വെള്ളം. ഇതിൽ ഈ ഒരു ഗ്യാപ്പിൽ വെള്ളമുണ്ട്. കണ്ടോ, ഈ ഗ്യാപ്പ് കൂടിയാണ് ഈ വെള്ളം കയറി വരുന്നത്. അതിങ്ങനെ ഇവിടെ വെക്കുമ്പോൾ നമുക്ക് കൈ വെക്കുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ, പക്ഷേ കുറച്ച് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവം കാണുന്നില്ല കേട്ടോ. ഞാൻ അടുത്ത് വരുമ്പോഴാണ് ആ വെള്ളത്തിൻ്റെ സൗണ്ട് തന്നെ കേൾക്കുന്നത്. ചെറിയൊരു വാട്ടർഫാൾസ് ഇത്ര ഭംഗിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാണുന്നൊക്കെ ഒലിവിൻ്റെ മരം കേട്ടോ. ഒലിവ് ഓയിൽ ഇത് കണ്ടില്ലേ, ഒലിവ് അതിൻ്റെ മരങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നട്ട് വെച്ചിട്ടുള്ളതാണ്. വരുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാവാം ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇവർ ഇവിടെ കൊണ്ടുവന്ന് നട്ട് വെച്ചിട്ടുള്ളതാണ്. ഒക്കെ കുഴിച്ചിട്ടിട്ടുള്ളതാണ്. ഒലിവ് മരമാണത്. ഒലിവ് മരം ഒരുപാടുണ്ട്. ആ ഭാഗത്തൊക്കെ ഒലിവ് മരങ്ങളാണ്. ഇതൊന്നും ഇവിടെ ഉണ്ടായതല്ല. അത് ജസ്റ്റ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് നട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഏരിയന് എത്ര ബുദ്ധിമുട്ടി, എന്താ പറയുക, എത്ര പണിക്കാരെ പ്രയത്നമാണല്ലേ. ഇതെന്ത് മരമാണ്? കുറച്ച് പൂവൊക്കെ കാണുന്നത്. ഇതിൻ്റെ മരത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊക്കെ ഒലിവ് മരം ഉണ്ടോ. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഒലിവ് മരങ്ങളാണ്. ഓക്കെ, 2:30 എത്താൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ 2:26 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം. ഓക്കെ.